ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ കമൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇനി നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇടാൻ നോക്കുക. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ രാവിലെ നമ്മൾ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അടുപ്പൊന്നും കത്തിക്കാൻ പോകണില്ല കേട്ടോ. ഇന്ന് എനിക്ക് നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. ഇന്ന് പുറത്ത് പോവാണ്ട്, പിന്നെ നമുക്ക് ഇന്ന് മാഡത്തിന് ഫുഡ് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ജോലികളുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പോൾ വേഗം ഗ്യാസുമ്മ തന്നെ വെക്കുക ചോറെന്ന് വിചാരിച്ച്. അടുപ്പ് കത്തിക്കാൻ പോയാൽ പിന്നെ തീ ചിലപ്പോൾ കത്തിപ്പിടിച്ച് കിട്ടാനൊക്കെ കുറച്ച് സമയമെടുക്കും. അപ്പോൾ എളുപ്പം ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ജോലികളൊന്നും തീരൂല. അപ്പോൾ ഇന്ന് രാവിലെ അത്യാവശ്യം നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ അകം അടിച്ചു വാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കുളിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കുക്കിങ്ങിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടിനെയും വിളിച്ചുണർത്തി അങ്ങനെയാണ് പോകുന്നതാണ് കേട്ടോ കിച്ചണിക്ക്. അപ്പോൾ ഇതാ ഐഫക്കുട്ടി ഇവിടെ ചായയൊക്കെ കുടിക്കണ്ട. ഐഫക്കുട്ടിക്ക് ഇന്ന് ഈ അവിലി മിച്ചർ ഉണ്ടല്ലോ അതുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് മതി ചായക്ക് കടി എന്ന് പറഞ്ഞാണ്ട് അതാണ് കേട്ടോ ഓള് കുടിക്കണത്. ഞാൻ പറഞ്ഞ വേഗം ദോശ ഉണ്ടാക്കി തരാറുണ്ട്. ദോശച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണ്. തീയൊന്നും കത്തിക്കാതെ ദോശമാവ് ഒഴിച്ചും കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെ നിങ്ങൾ കാട്ടലുണ്ടോ? എനിക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ മാവ് ഒഴിച്ചതല്ലേ, അപ്പോൾ പിന്നെ ഞാനത് പരത്തി കൊടുത്ത് തീയൊക്കെ കത്തിച്ച് കൊടുത്തിക്കണം കേട്ടോ. അപ്പം പിന്നെ ചട്ടി ചൂടാവാതെ നമ്മൾ അപ്പം ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ അങ്ങനെ നൊരഞ്ഞ് വരുന്ന ആ ഒരു ഇതുണ്ടാവില്ല. അപ്പം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ അപ്പൊക്കെ പരത്തി കൊടുത്ത് അതിൻ്റെ മേലെ കൂടെ കുറച്ച് എണ്ണയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ മാവ് തന്നെയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ഇഡ്ഡലിയല്ല ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ദോശയാക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലി വേണ്ടിയവർക്ക് ഇഡ്ഡലിയും ചുട്ടെടുക്കുക. അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇഡ്ഡലി ഇതാ നമുക്ക് പിന്നെ ദോശയ്ക്ക് ഉള്ള ചട്നി റെഡിയാക്കി എടുക്കുക. അപ്പോൾ ചട്നി ഞാൻ തക്കാളി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചില വീഡിയോസിൻ്റെയൊക്കെ താഴെ കാണലുണ്ട് നിങ്ങൾ തക്കാളി ചട്നി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കൊണ്ടി വന്നിട്ട്. ഞാൻ സാധാ തക്കാളി ചട്നി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. നമ്മളിൽ അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതാ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ ഒരു സവാള അരിഞ്ഞെടുത്തിന് അതും അതിക്ക് ചേർത്ത് കൊടുത്തു. ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ടേന് അതും അതിക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ, മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് ചതച്ച മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ചതച്ചത് കേട്ടോ. അപ്പോൾ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഉണക്കമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചതച്ച മുളക് ചേർത്ത് കൊടുത്തു. അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ നമ്മളെ പിന്നെ ചട്നിക്ക്. പിന്നെ അതൊക്കെ ഒന്ന് വഴന്ന് വന്ന് ആ ഒരു മസാലപ്പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. ഇനി തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരട്ടെ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ കടന്നിട്ട് അങ്ങനെ വെന്തൊക്കെ റെഡിയായി വരട്ടെ. അപ്പോൾ ഒന്ന് വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ മാഡത്തിന് ഇന്ന് പിന്നെ പച്ചക്കറികളൊക്കെ വെച്ചിട്ടുള്ള കറിയൊക്കെ മതി പറഞ്ഞിനി. കറി വേണമെന്നില്ല, എന്തെങ്കിലും ഉപ്പേരിയോ തോരനൊക്കെ മതി പറഞ്ഞിനി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പപ്പായ എടുക്കുക ഒന്നെന്ന് വിചാരിച്ച്, ഒരു ഉപ്പേരി പപ്പായ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് നാളെ സ്വാതന്ത്ര്യദിനമൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ കളർഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ടോ നമ്മൾ അന്നത്തെ ചോറും കൂട്ടാനൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നോക്കാം. പിന്നെ മത്തൻ്റെ ഇലയും മുരിങ്ങൻ്റെ ഇലയൊക്കെ നമ്മൾ ഫുഡ് എടുക്കുന്ന മാഡത്തിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ചക്കറികളൊക്കെ. അപ്പോൾ മത്തൻ്റെ ഇല കുറച്ച് ഞാൻ പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇതിലെ നിറയെ തപ്പപ്പുഴുക്കളുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഇതിൽ ഇറങ്ങി പോകാനൊക്കെ ഒരു മടിയാണ്. എന്നാലും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട് ഇതാ മത്തൻ്റെ ഇലയൊക്കെ പറിച്ച് കൊണ്ടുവന്ന് നിൽക്കണ്. പറിച്ചല്ലേ മത്തൻ്റെ ഇല നുള്ളി കൊണ്ടുവരാന്നല്ലേ പറയാം. അങ്ങനെ അതൊക്കെ നുള്ളി കൊണ്ടുവന്നൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ ചോറ് വെന്തിട്ടുണ്ടായിന്. ചോറ് വെന്തപ്പം അരിയൊക്കെ അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വീഡിയോയിൽ. അപ്പോൾ അത് ചോറ് വെന്തപ്പം അത് വാർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മത്തൻ്റെ ഇലയുണ്ട്, പിന്നെ അതേപോലെ പപ്പായ ഉണ്ട്, പിന്നെ ക്യാരറ്റ് ഇവിടെ ഫ്രിഡ്ജിലുണ്ടേനി. അപ്പോൾ അതും ഒക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കണ്. മത്തൻ്റെ ഇല ഇളയ ഇലയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കഴുകിയിട്ട് അങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ അരിയലാട്ടോ. അതിൽ ഇടയ്ക്ക് ചെറുതായിട്ട് ചെറിയ മൂപ്പ് വന്ന ഇലയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ഞരമ്പൊക്കെ കളഞ്ഞതിന് ശേഷമാണ് അത് അരിഞ്ഞെടുക്കുക കേട്ടോ. നല്ലോണം കഴുകിയാണ്ട് ഞരമ്പൊക്കെ കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. പിന്നെ അതേപോലെ പപ്പായ 2 കൊണ്ടുവന്നതിന്. അപ്പോൾ അതിൽ കുറച്ച് വലിയൊരു പപ്പായ മാത്രമേ എടുത്തിട്ടുള്ളൂ, മറ്റേതവിടെ മാറ്റി വെച്ച്. അപ്പോൾ നമ്മളെ ചട്നിയൊക്കെ നോക്കിയപ്പോൾ
തക്കാളിയൊക്കെ നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിനി. ചൂടാറിയതിന് ശേഷം അതാ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ ഇഡ്ഡലിക്കും അതേപോലെ ദോശയ്ക്കൊക്കെ ഈ ഒരു ചട്നി. പിന്നെ ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെയും കൂട്ടാം. പിന്നെ നമ്മളൊക്കെ കൂടെ വഴറ്റിയല്ല ഉണ്ടാക്കിക്കണത്, അപ്പോൾ അങ്ങനെ കേട് വരും ചെയ്യൂല കേട്ടോ. ഇനി വൈകുന്നേരത്തിനൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ പിന്നെ ഇന്നലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ 3 ബാക്കിയുള്ളത്. അത് ഞാൻ ചൂടാക്കിയെടുത്ത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു 3 ഇഡ്ഡലി പിന്നെ അതേപോലെ ഒരു ദോശയും എടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് ഇതാ ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഭയങ്കര വിശപ്പ് കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ അകടിച്ചുവാരലും തുടക്കലൊക്കെ കഴിഞ്ഞിരിക്കണം. എന്നിട്ടാണ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ വേഗം ചായ എടുക്കാനൊരു എന്താ പറയുക, വയറിങ്ങനെ പറയാം വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയെന്ന് പറയാം. അപ്പോൾ പിന്നെ ഞാനങ്ങനെ 2-3 ഇഡ്ഡലിയൊക്കെ എടുത്ത് ഒരു ദോശയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചിട്ടോ. അല്ലെങ്കിൽ ഞാൻ 2 ഇഡ്ഡലിയൊക്കെ ചിലപ്പോൾ കഴിക്കലുള്ളൂ. അപ്പം ഇന്ന് വയറൊക്കെ നിറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. പിന്നെ അതാ ഇനിയിപ്പോൾ ഓരോ നമുക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം. ഒരുപാടൊന്നുമില്ല, കുറച്ചുള്ളൂ. അങ്ങനെ കുറേ ടൈം എടുത്ത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം മത്തൻ്റെല്ലാം ഇതാ ഇതേപോലെ കഴുകിയാണ്ട് ഞാൻ പറഞ്ഞല്ലോ നരമ്പൊക്കെ കളഞ്ഞാണ്ട് അങ്ങനെയായിട്ട് അരിഞ്ഞിക്കണത്. അതേപോലെ പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട് നമ്മൾ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്ത്. പിന്നെ ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ അതിമ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത്. അപ്പോൾ നമ്മൾ പതാകൻ്റെ കളറാക്കി വെച്ചേക്കാട്ടോ, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അശോക ചക്രം അല്ല കേട്ടോ. അപ്പോൾ ഇനി വേഗം ഓരോന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ ഒരു സ്റ്റീലിൻ്റെ കടായൊക്കെ അടുപ്പത്ത് വെച്ച് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞതുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് കൊടുത്തു. പിന്നെ അതേപോലെ കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം മത്തൻ്റെ ഇല വെച്ചിട്ടുള്ള തോരനാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ കാന്താരി മുളക് നമ്മളവിടെ ഉള്ള മുളക് തന്നെയാണ്, ഈ വെള്ള മുളക് ഉണ്ടല്ലോ അതാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളകാണ്. അപ്പോൾ അതൊരു 2-3 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഒരുപാട് മുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എരിവ് കൂടും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് ഇതാ നമ്മൾ അരിഞ്ഞ് വെച്ച ആ ഒരു മത്തൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് കുറച്ച് വേവൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മുരിങ്ങൻ്റെ ഇല വേവിക്കണ പോലെയല്ല, കുറച്ച് നേരം പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുക തന്നെ വേണം. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല, ആവിയിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും. ഞാനിതവിടെ ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇല ഇങ്ങനെ വാടി വരുമല്ലോ. പിന്നെ നമ്മളിത് കഴുകിയപ്പോൾ ഉള്ള ആ ഒരു നനവൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ കൂട്ടി വെക്കാതെ തീ കുറച്ച് വെച്ചാൽ മതി. ഇപ്പം ഇലയൊക്കെ ഒന്ന് വാടി വന്നിക്കണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ മഞ്ഞൾപ്പൊടി ആദ്യം വിചാരിച്ചിനി മഞ്ഞൾപ്പൊടി ചേർക്കണില്ല വിചാരിച്ചിനി കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തപ്പം മഞ്ഞൾപ്പൊടി ഇല്ലായിട്ട് എന്താ കാണാനൊരു ഭംഗിയില്ലാത്ത പോലെ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തു, എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ തോരനൊക്കെ വെക്കുമ്പം അതിക്ക് തേങ്ങ കുറേയൊന്നും ഇല്ലെങ്കിൽ കുറച്ച് തേങ്ങയാണെങ്കിലും ആ തേങ്ങ ചേർത്ത് കൊടുത്താലുള്ളൂ കേട്ടോ നല്ല ഇഷ്ടം ഉണ്ടാവുക. തേങ്ങ ചേർക്കാത്ത തോരനൊന്നും വലിയ ഇഷ്ടമല്ല. കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്, തേങ്ങ ഇട്ട് അങ്ങനെ ശീലമായി. അപ്പോൾ കുറച്ച് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു അരമുറി തേങ്ങ അവിടെ ചിരകി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി എല്ലാത്തേക്കും കുറേശ്ശെ അങ്ങനെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മത്തൻ്റെ ഇലയ്ക്ക് ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ്ട് അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ചെറിയ തീയിലിട്ടിട്ട്. ഇനി ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു പാനൊക്കെ വെച്ചിട്ട് അതിക്കും ഇതേപോലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പിന്നെ പപ്പായ ഉണ്ടല്ലോ, നമ്മൾ കറൂത്താന്നൊക്കെ കേട്ടോ പറയൽ, അതാണ് കേട്ടോ ഇതിലുണ്ടാക്കുന്നത്. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചതായിക്ക് ചേർത്ത് കൊടുത്തു. അതിലും തന്നെ കാന്താരി മുളകൊക്കെ അരിഞ്ഞൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താണ്ട് ഇവിടെ അടച്ച് വെക്കുന്നുണ്ട്. ഇതിനും ഉണ്ട് കുറച്ച് വേവൊക്കെ. കുറഞ്ഞ തീയിലിട്ടിട്ട് അങ്ങനെ അടച്ച് വെച്ചാൽ മതി. പിന്നെ ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മത്തൻ്റെ ഇല തുറന്നൊക്കെ നോക്കി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തേനി കേട്ടോ. ഇപ്പം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. ഇപ്പോൾ കണ്ടില്ല, ഇതിൽ വെള്ളമൊന്നുമില്ലല്ലോ. ഇതേപോലെ ഇങ്ങനെ ഉലർന്ന് കിട്ടണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മളെ തോരൻ കേട്ടോ. അപ്പോൾ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഒരു പാനിൽ തന്നെ നമുക്ക് ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ പപ്പായ ഉപ്പേരി ഇപ്പോൾ വേവാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിക്കും ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പുല്ലിന് മരുന്നടിക്കണ വീഡിയോ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മെഷീൻ്റെ പൈസ എത്രയെന്ന് എന്നോട് കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കലുണ്ട്. അത് നിങ്ങൾ വീഡിയോയിൽ പറയണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നമ്മളടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കഴിഞ്ഞിട്ടത്. അപ്പോൾ ഞാൻ ഓരോട് ചോദിച്ചതിന് എത്ര റേറ്റ് എന്ന്. അപ്പോൾ ഓരോ മോനോ ആരോ വാങ്ങിയതിന് കുറേ അയക്കണ് വാങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് അവർക്ക് ഓർമ്മല്ല. ഇനി മോനോട് ചോദിച്ചിട്ട് പറയേണ്ടത് പറഞ്ഞേക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ കൽപ്പിച്ചുട്ടി പറയാതൊക്കെയാണെന്ന് കരുതുമല്ലോ, അത് വിചാരിച്ചിട്ട് പറഞ്ഞതാട്ടോ.
ഇനി നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ പിന്നെ നമ്മളെ ആ സ്റ്റീലിൻ്റെ കടായി ഉണ്ടല്ലോ, നമ്മൾ പിന്നെ മത്തൻ്റെ തോരനൊക്കെ വെച്ച് ആ ഒരു കടായി ഞാൻ അതിൻ്റെ അടിയിൽ പോയിട്ട് വേഗം കഴുകി കൊണ്ടു നിൽക്കുന്നത്. അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ക്യാരറ്റ് തോരനും ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഈസി അല്ലേ ഉണ്ടാക്കാൻ. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ചു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു, പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് എളുപ്പം വേവും, തോനെ ടൈമൊന്നും വേണ്ട, പിന്നെ കട്ടില്ലാതെ അല്ല ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതുകൊണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് എരിവിന് കാന്താരി മുളകും ചേർത്ത് കൊടുത്തു, പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനിയിപ്പോൾ തേങ്ങ ചിരകിയത് കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അത് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്ന് കറിയൊന്നുമില്ല കേട്ടോ, ഈ 3 വിധ ഉപ്പേരികൾ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കണ മേഡനോട് പ്രത്യേകിച്ച് പറയലുണ്ട് കേട്ടോ, എനിക്ക് കറിയൊന്നും വേണമെന്നില്ല, എനിക്കായിട്ട് നിങ്ങൾ കറി ഉണ്ടാക്കണ്ട, എനിക്ക് തോരനോ ഉപ്പേരിയോ മെഴുക്കുവരട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഞാൻ എന്നും കറി കൊടുക്കലും ഉണ്ട് കേട്ടോ. ഒന്നും പിന്നെ കറി ഉണ്ടാക്കാൻ സമയമല്ല. മാഡം പറഞ്ഞിനി കറിയൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു ഉപ്പേരി മതി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ 3 ഉപ്പേരി ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പം ഇന്ന് കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 3 കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തോരൻ വെക്കുമ്പോൾ വെള്ളം ഒഴിക്കാതെ അതേപോലെ ഇങ്ങനെ ഉലർത്തിയെടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിങ്ങനെ ചോറിൽ കുഴച്ച് കഴിക്കുമ്പോൾ കറിയൊന്നും വേണമെന്നൊന്നുമില്ല, നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ഇതും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ പപ്പായ ഉപ്പേരി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ പാത്രത്തിലാക്കണം. പിന്നെ അതേപോലെ ഇഡലിയും വേണം ചൂടുക. ഇഡലി മാവുണ്ട്, അപ്പോൾ ഇന്ന് ഇഡലി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചപ്പാത്തി ഒന്നും പരത്താനും സമയമല്ല. ഇഡലി ഇഷ്ടമാണ് ഞാൻ ഫുഡ് കൊടുക്കണം മാഡത്തിന്. അപ്പം ഇന്ന് ഇഡലി നമ്മളുണ്ടാക്കിയ ചമ്മന്തി ഉണ്ടല്ലോ അതും ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഡലി ചെമ്പിൽ വേഗം വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡലി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇഡലി ചെമ്പ് എവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് കുറേ ഉണ്ടായിന്. അപ്പോൾ ഇത് നമ്മൾ ഇൻഡസ് വാലി പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഷോപ്പ് നമ്മൾ വാങ്ങിയതല്ല, നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച തന്നതിന്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ഫോൺ ഫോർമാറ്റ് ചെയ്തതുകൊണ്ടേ ഇതിൽ ലിങ്കും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഇനിയിപ്പോൾ നമ്മളെ ചാനലിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഉണ്ടാവും, അതിന് പോയി തപ്പിയെടുത്തിട്ട് വേണം. അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തപ്പിയെടുത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളവർ ആ ഒരു പിന്നെ ലിങ്കിൽ കയറിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ചില സമയത്ത് ചില റേറ്റ് ആയിക്കാരം, അങ്ങനെ പല റേറ്റും കാര്യങ്ങളും ആയിക്കാരം കേട്ടോ. അപ്പോൾ ഇനി ഓൺ ഓഫറൊക്കെ വരികയായിക്കാരം, അപ്പോൾ റേറ്റ് ചിലപ്പോൾ കുറവാകും, അങ്ങനെ ആയിക്കാരം. നമുക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ 12% നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ വാങ്ങിക്കണോല് നമ്മൾ കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്, ചോറും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി വേഗം ഞാൻ ഇഡ്ഡലിക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതവിടെ കിടന്നിട്ട് അങ്ങനെ വന്നോളും. അപ്പോൾ തന്നെ ഇതൊക്കെ പാത്രത്തിലാക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു പാത്രം വെച്ചിട്ടേക്ക് കുറച്ച് മോര് ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് കാന്താരി മുളകൊക്കെ ഇട്ടു, ഉപ്പൊക്കെ ഇട്ട് അത് ഒന്ന് സെറ്റാക്കി. പിന്നെ അതിൻ്റെ മേലെ വേറൊരു കുഞ്ഞു പാത്രം വെച്ച് കൊടുത്തിക്കണ്, അതിക്കതാ നമ്മൾ മത്തൻ്റെ ഇലൻ്റെ ഉപ്പേരി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയുള്ള പാത്രത്തേക്ക് നമ്മൾ പപ്പായ ഉപ്പേരി ഉണ്ടാക്കിയാലോ, കറുത്തപ്പേരി, അതും അതിക്ക് ചേർത്ത് അതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത പാത്രത്തിൽ നമ്മൾ ക്യാരറ്റ് തോരനും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സത്തെ കറികൾ വെക്കണ പാത്രം സെറ്റായിട്ടോ. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിൽ വെച്ചാൽ എന്താ പറയുക, ചൂടാറൊന്നും ചെയ്യൂല. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് കൊടുക്കണ മേഡം നിലമ്പൂരാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഓട്ടോയിൽ നിലമ്പൂർക്ക് കൊടുത്തേക്കാനാട്ടോ പറഞ്ഞിരിക്കണത്. അപ്പോൾ നമ്മളെ ഫുഡ് ഭയങ്കര ഇഷ്ടമായിക്കണം മാഡത്തിന്. അപ്പോൾ നമ്മളിവിടുന്ന് നിലമ്പൂർക്ക് ഓട്ടോ ചാർജറിന് ഒരു 200-250 രൂപയൊക്കെ വരും. അപ്പോൾ ഫുഡിന് പിന്നെ ഞാൻ പൈസ വാങ്ങിയിട്ടില്ല കേട്ടോ. നിങ്ങൾ എന്നോട് ചോദിക്കലുണ്ട് കമൻറ്റിൽ എത്ര നിങ്ങൾ ഫുഡിന് പൈസ വാങ്ങുക. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നുമില്ല കേട്ടോ. എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിനി എത്ര പൈസ വേണ്ടത് ചോദിച്ചിനി, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, എത്രയെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ തരുന്നത് തന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കിഷ്ടമാണ് ആർക്കെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ, പിന്നെ വലിയ വെറൈറ്റി ഫുഡുകളൊന്നും ഉണ്ടാവില്ല, അതൊന്നും ആ മാഡത്തിന് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനത്തെ ഫുഡുകളാണ് ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. നമ്മളിതൊക്കെ തന്നെയല്ലേ സാധാരണ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ ഫുഡിനോടാണ് പിന്നെ മാഡത്തിനും താല്പര്യം. അപ്പോൾ ഇന്നത്തെ ഇഡ്ഡലി അടിപൊളി സെറ്റായി എന്നൊക്കെ പറഞ്ഞാണ്ട് എനിക്ക് വിളിച്ചിനി കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നിപ്പോൾ പുറത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നില്ല, പുറത്തൊക്കെ പോയി വന്നിട്ട് 3 മണിയായിരിക്കണം ഞാൻ അതിന് വോയിസ് കൊടുക്കുമ്പോൾ. ഇനി ഇതെപ്പോഴാണ് വരിക എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ ഷെരീഫത്തെ മെസ്സേജ് അയക്കുന്നുണ്ട് വാട്സപ്പിൽ, ഞാനിങ്ങനെ കാണുന്നുണ്ട്, പക്ഷേ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഫോൺ എടുക്കാൻ പറ്റില്ല, വീഡിയോ വരായിട്ടേക്കാരം. അപ്പോൾ ഒരു പാത്രത്തിൽ ഇഡ്ഡലി ആക്കി കൊടുത്തിക്കണം, വേറൊരു പാത്രത്തിൽ ചോറൊക്കെ ആക്കിന് കേട്ടോ, ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ വേറൊരു കുഞ്ഞു വട്ടപാത്രം എടുത്തിട്ട് അതിൽ ഇഡ്ഡലിക്കുള്ള ചമ്മന്തി ആക്കിയിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ ആയിട്ടോ, ഇതൊക്കെ പാത്രത്തിലാക്കിയല്ലോ. ഇനിയിപ്പോൾ ഒക്കെ കവറിലൊക്കെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇനി പോകാനാകുമ്പോഴത്തേന് എനിക്ക് ഈ ഒരു കിച്ചണും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ആകെ പാത്രങ്ങൾ പരന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൊണ്ടുവരപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാൽ മതി. പിന്നെ തുണികൾ അലക്കിയിട്ടതുണ്ട് തോരയിടാൻ, അതൊക്കെ ഇനി വന്നിട്ടേ ചെയ്യുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ മീൻകാരൻ വന്നിട്ടുണ്ടേന്, അപ്പം മീനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഒരു കഷ്ണം മീൻ കഷ്ണം ഇല്ലാതെ ചോറ് ചിലപ്പോൾ ഇറങ്ങൂല. ഈ ഒരു തോരനും ഉപ്പേരി ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഒരു വൈകുന്നേരമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാക്കൂല, വൈകുന്നേരം ഉണ്ടാക്കുള്ളൂ. പിന്നെ മീൻ ഇതേപോലെ മീനായാലും ചിക്കനായാലും ബീഫായാലൊക്കെ ഞാൻ പറയില്ലേ, ഇതേപോലെ പാത്രത്തിലാക്കി വെള്ളം ഒഴിച്ച് വെച്ചാൽ നമ്മളെപ്പോഴാണോ എടുക്കുന്നത് അപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. ഇതേപോലെ അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ അത് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ അതാ നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ വലിയ വലിയ പാത്രങ്ങളാണ്, അതിലൊക്കെ കുറേശ്ശേ ഉള്ളതിന്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ പാത്രത്തിലൊക്കെ ആക്കി അവിടേക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി വേഗം ഇവിടെ ഒന്ന് തുടച്ചിടും. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ നമ്മളെ സിങ്കിൻ്റെ അടുത്തേക്കും കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഐഫക്കുട്ടി മദ്രസ ഇട്ടൊക്കെ വന്നിനി, ഓള് സ്കൂൾക്ക് പോകാനൊക്കെ റെഡിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടേനി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പാത്രം കഴുകാനൊക്കെ നിൽക്കുന്നത്. അപ്പം ഇനി ഒരു പോവുകയും ചെയ്യും. പിന്നെ ഞാനും ഈ ഒരു ഫുഡും കൊണ്ട് പോണ ആ ഒരു ഓട്ടോയിൽ പോകട്ടോ. എനിക്ക് പുറത്ത് പോകാണ്ട് പറഞ്ഞില്ലേ, ഞാൻ കുറേ സ്ഥലത്തേക്ക് പോകാണ്ടിട്ടെന്ന്. ഒക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്, അപ്പോൾ പോയേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി നമ്മളെ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ വേഗം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിരിക്കണമല്ലോ, പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഞാനും പോയിട്ടോ വേഗം. അങ്ങനെ പോയൊക്കെ വന്നു. കുറേ സമയമായിക്കണ വന്നപ്പം 3 മണിക്കാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ വരാൻ വൈകും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ വന്നു കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ചോറും നമ്മളെ ക്യാരറ്റ് ഉപ്പേരിയും പിന്നെ അതേപോലെ പപ്പായ ഉപ്പേരിയും മത്തൻ്റെലൻ്റെ ഉപ്പേരിയും അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി അച്ചാറും എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.